ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുള്ളത് വയനാട് അമ്പലവയൽ ചീനിക്കാമൂല ഗുഹ എന്ന് പറഞ്ഞൊരു ഗുഹ കാണാനാണ്. അപ്പോൾ ഇവിടെ ഗുഹേൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഒരു പുരാതനമായൊരു ഗുഹയാണ്. അതുപോലെ തന്നെയാണ് ആ ഗുഹേനോട് ചേർന്ന് നല്ലൊരു വ്യൂ പോയിൻ്റ് ഉള്ള സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കൂടെ ഒന്ന് പോയി നോക്കാം. ആദ്യം നമ്മൾ പോകുന്നത് ചീനിക്കാമൂല ഗുഹയിലേക്കാണ്. ഓക്കെ, നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാട്ടോ നമ്മുടെ ചീനിക്കാമൂല ഗുഹ. ഇത് റോഡിനോട് ചേർന്ന് തന്നെയാണ്. ഒരു 10 മീറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ചീനിക്കാമൂല ഗുഹ എന്നൊക്കെ കേൾത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വരാതിരിക്കരുത്. അമ്പലവയൽ വയനാട്ടിലൊക്കെ വരുന്ന ആൾക്കാർ, ഈ അമ്പലവയലിലൊക്കെ വരുന്ന ആൾക്കാർ ഒക്കെ ഈ ചീനിക്കാമൂല ഗുഹ സന്ദർശിക്കേണ്ടതാണ്. ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ രൂപപ്പെട്ട് ആൾക്കാർ ഇവിടെ താമസിച്ച് ഒരു ഗുഹയാണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കയറി നോക്കാം. ഓക്കെ, ഇതാണ് ചീനിക്കാമൂല ഗുഹ. വളരെയധികം തണുപ്പുള്ളൊരു അറ്റ്മോസ്ഫിയർ ആട്ടോ ഇതിൻ്റെ ഉള്ളിൽ. ഓക്കെ, ഇതാണ്. ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ എല്ലാം നമ്മുടെ വാവൽ താമസിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. വളരെയധികം ഈ വാവലിൻ്റെ ഒരു ദുർഗന്ധമുള്ളൊരു നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ, അത് ഉള്ളിലേക്കുണ്ട്. നമുക്ക് ഏകദേശം ഒരു 300 മീറ്ററോളം നമുക്ക് ഉള്ളിലൂടെ സഞ്ചരിക്കാനുണ്ട്. ഇതാകണ്ടില്ലേ, ഈ ഗുഹേൻ്റെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് വീണ്ടും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാവുന്നതാണ്. അത്യാവശ്യം ഈ മെലിഞ്ഞ ആൾക്കാരൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലൂടെ മേലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ നമ്മൾ റിസ്ക് എടുക്കുന്നില്ല. നമ്മളിത് ഇങ്ങോട്ട് തന്നെ വന്നിരിക്കുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ കേട്ടോ, അതായി ചീനിക്കാമൂല ഗുഹേൻ്റെ നേരെ മുകളിൽ നല്ലൊരു വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞില്ലേ, അതാണ് ആ വ്യൂ പോയിൻറ്റിലേക്കുള്ള വഴിയിലാണ്. മൊത്തം കയറൊക്കെ കെട്ടി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്കൊന്ന് പോയി നോക്കാം. ഇതാണ് ചീനിക്കാമൂല ഗുഹയിൽ നമ്മൾ ചുറ്റി വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വ്യൂ പോയിൻറ്റിലേക്ക് പോകാവുന്നതാണ്. ഓക്കെ, അതിലൂടെയാണെങ്കിൽ അത്യാവശ്യം മെലിഞ്ഞ ആൾക്കാർക്കാണെങ്കിൽ അതിൻ്റെ ഉള്ളിലൂടെ നുഴഞ്ഞ് കയറി വരാം. നമ്മളെ കൊണ്ട് പറ്റില്ല, നമ്മൾ ചുറ്റി പോരുകയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ചീനിക്കാമൂലയിലെ ഗുഹയിലെ വിശേഷങ്ങൾ. ഇനി നമുക്ക് മറ്റേ വ്യൂ പോയിൻറ്റിലേക്ക് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ പ്രത്യേകം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഇവിടേക്ക് വരുന്ന ആൾക്കാർ ഇത് വൃത്തികേടാക്കാതെ ശ്രദ്ധിക്കുക. കണ്ടില്ലേ, അത്യാവശ്യം സാഹസികമായിട്ട് കയറണം. കണ്ടില്ലേ, ഇതാണ് ചീനിക്കാമൂല ഗുഹയുടെ നേരെ മുകളിലുള്ള നമ്മുടെ മഞ്ഞപ്പാറ കേട്ടോ. നമ്മൾ മഞ്ഞപ്പാറേൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് കാണാത്ത ആൾക്കാരൊക്കെ പോയി കാണുക. ഓക്കെ, നമ്മൾ മുകളിൽ ഭാഗത്തൊന്ന് കയറി നോക്കാം. പിന്നെ പ്രത്യേകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയൊന്നും ടിക്കറ്റ് ഇല്ല കേട്ടോ. മഞ്ഞപ്പാറ വ്യൂ പോയിൻറ്റിലും ഇല്ല, ചീനിക്കാമൂല ഗുഹയിലോ വ്യൂ പോയിൻറ്റിലൊന്നും ടിക്കറ്റ് ഇല്ല. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വന്ന് കയറി കണ്ടുപോകാവുന്നതാണ്. ഫ്രണ്ട്സ്, ഇവിടെ ആരാന്നറിയില്ല, മൊത്തം ഉള്ളിൽ തീയൊക്കെ ഇട്ട് ആരോ താമസിക്കുന്ന പോലെയുള്ളൊരു കണ്ടീഷൻ ആക്കിയിട്ടിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. ആരും ഇവിടെ വരുന്നതിന് കുഴപ്പമില്ല. ഇതേപോലെ കുപ്പിച്ചില്ലും പ്ലാസ്റ്റിക്കും കവറും അതും ഇതൊന്നും കൊണ്ടുവന്ന് വൃത്തികേടാക്കരുത്. ഓക്കെ, ഇനി നമുക്ക് മറു സൈഡിലൊന്ന് പോയി നോക്കാം. ഓക്കെ,
ഫ്രണ്ട്സ് വളരെയധികം റിസ്ക് എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ കല്ലിൻ്റെ മുകളിലൊക്കെ കയറുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ചീനിക്കാമൂല വ്യൂ പോയിൻറ്റിൻ്റെ മുകളിലുള്ള മനോഹരമായ രീതിയിലുള്ള ഒരു വ്യൂ ആട്ടോ ഈ കാണുന്നത്. ഓക്കെ, ഇത് പണ്ട് കാലങ്ങളിലത് കോറിയോ മറ്റോ ആയിരുന്നു തോന്നുന്നു. ഫുള്ള് കല്ല് പൊട്ടിച്ച പാടുകളൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ചീനിക്കാമൂല വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.